ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ബേബി ആയിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഷോപ്സും ഉണ്ട്. ബേബി ക്ലോത്ത്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് 1-2 ഷോപ്പുകൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് ഇവർക്ക് വേണ്ട കുറച്ച് ക്ലോത്ത്സൊക്കെ വാങ്ങിക്കാമെന്ന്. നമ്മൾ മുൻപ് കുറച്ച് ക്ലോത്ത്സൊക്കെ ഇവൾ ജനിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കി വെക്കുകയും പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ക്ലോത്ത്സൊക്കെ കൊണ്ടുവരിക ചെയ്തത്. അതല്ലാണ്ട് ഇവളുണ്ടായതിന് ശേഷം നമ്മൾ ഇതുവരെ എവിടെയും പോയി ഷോപ്പിൽ നിന്നൊന്നും പോയിട്ട് ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ വിചാരിച്ച് ഇത്തവണ ആളുടെ ഡ്രസ്സൊക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പോൾ തണുപ്പും കൂടി വരികയാണ്. അപ്പോൾ കുറച്ച് വിൻ്റർ ക്ലോത്ത്സൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് കേട്ടോ. അപ്പോൾ ആളുടെ ലൈഫിലെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്. ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒന്നും മനസ്സിലായിട്ടല്ല ചിരിക്കുന്നത്. എന്നാലും വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് ബോറടിച്ച് കഴിയുക, അതുപോലെ നമ്മുടെ കയ്യിൽ കയറുക, ഇതൊക്കെ സ്ഥിരം കലാപരിപാടികൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും പുറത്ത് പോകാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു മാളിലേക്ക് തന്നെയാണ് പെട്ടെന്ന് പോണത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയൺകോഫ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. എല്ലാ ബ്രാൻഡഡ് ക്ലോത്ത്സിൻ്റെ ഷോപ്സും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റിയ ഒരു പ്ലേസാണത്. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വെറുതെ കുറച്ച് സമയം നടക്കാനൊക്കെ പറ്റിയ വലിയൊരു മാൾ തന്നെയാണത്. അപ്പോൾ ഇത് ആൾ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവർക്ക് ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചെറുതായിട്ട് കണ്ടൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ നോക്കിയിരിക്കലാണ് പരിപാടി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ ട്രാവലിംഗ് ഭയങ്കര ഈസിയാണ്. പുറത്ത് നോക്കിയിരുന്നോളും. അപ്പോൾ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ബേബി ക്ലോത്ത്സ് ആണ് വാങ്ങിക്കാൻ പറ്റുക കേട്ടോ. ന്യൂ ബോൺ സൈസ് തൊട്ടിട്ട് അത്യാവശ്യം വലിയ കുട്ടികളുടെ വരെ ക്ലോത്ത്സ് ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിനായിട്ട് കുറച്ച് ബോഡി സ്യൂട്ട്സും അതുപോലെ റോംബേഴ്സാണ് വേണ്ടത്. ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതല്ലോ. പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മളങ്ങനെ അധികമൊന്നും പുറത്ത് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോത്ത്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഡെയിലി വീട്ടിലാവുമ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ 2 തവണയൊക്കെ ക്ലോത്ത്സ് മാറിയെന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് വേണമല്ലോ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ ഉണങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ കുറച്ച് അങ്ങനെ സൂപ്പറായിട്ടൊന്നും ഉണങ്ങിയില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങി തേച്ചിട്ടൊക്കെ വേണ്ടത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പെയർസ് ഓഫ് ഡ്രസ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറേ നല്ല റോംബേഴ്സ് ഉണ്ട്. ഒരുപാട് കളേഴ്സും കളക്ഷൻസും ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ നമുക്ക് ഡെയിലി യൂസിന് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെയിലി വെയർ ക്ലോത്ത്സ് ആണ് കൂടുതൽ ഇവിടെ ഉള്ളത്. നല്ല മെറ്റീരിയലാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എപ്പോഴും നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കണമല്ലോ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കടയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ലൈറ്റ് നോക്കലൊക്കെ ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് സമയം പാലൊക്കെ കുടിച്ച് ഇങ്ങനെ വേറെ എവിടേക്കെങ്കിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. എന്നിരുന്നാൽ പോലും പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് ആക്റ്റീവായിട്ടോ. പിന്നെയും കുറച്ച് നേരം ലൈറ്റൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കുറച്ച് ക്ലോത്ത്സൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് സമയമൊന്നും പുറത്ത് ബേബീസിനെ വെച്ചിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ ബേബി സ്ക്രോളറിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് നിൽക്കാൻ പാടില്ല. അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരുന്നോളും. പിന്നെ കാറിലാണെങ്കിലും ഇത് തന്നെ സംഭവം. ഇപ്പോൾ കുട്ടികളെല്ലാം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മൾ ക്ലോത്ത്സ് എടുക്കുമ്പോൾ നമ്മൾ ഇവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഇടയ്ക്ക്.
പിന്നെ കുറച്ച് സമയം കയ്യിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സോക്സും ഗ്ലൗസും ഒക്കെ വാങ്ങിച്ചു. ഈ ഒരു ഏരിയയിൽ കുറേ കുട്ടികളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോക്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ വരുമ്പോൾ എന്തായിരുന്നാലും നമുക്കിതൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് രസമുള്ള കുറച്ച് ക്ലോത്ത്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ. പ്രത്യേകിച്ച് ബേബികളാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാമെന്നുള്ള പരിപാടിയായിരുന്നു നമുക്ക്. കാരണം കൊച്ചിനെയും കൊണ്ട് ഒരുപാട് സമയം ഷോപ്പിംഗ് നടക്കില്ല. അതുമാത്രമല്ല ഇതിന് ശേഷം നമുക്കൊരു ടോയ് ഷോപ്പിലും കൂടി പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിനെയും കൊണ്ട് ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് അങ്ങനെ പോകുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ഇതൊരു മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ തൊട്ട് ഓപ്പോസിറ്റ് അപ്പുറത്ത് ഇപ്പുറത്തേക്കായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മേടിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങളുടെ ബേബിയുടെ ഫസ്റ്റ് ടോയ് ഷോപ്പിംഗ് കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ടോയ് ഷോപ്പിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. കാരണം നമുക്ക് ഒരു സമയത്തും അങ്ങനെ ടോയ്സ് വന്ന് വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കും എന്നല്ലാണ്ട് നമ്മൾ ഈ ഒരു എക്സ്ക്ലൂസീവ്ലി ടോയ്സ് മാത്രമേ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പലപ്പോഴും ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലേക്ക് കൂടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും മേടിക്കേണ്ട വന്നിട്ടില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ബേബി സ്ക്രോളർ ആണെങ്കിലും അവൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സ്വിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഓൺലൈനിലൊക്കെയാണ് വാങ്ങിയത്. അതുപോലെ വേറെ പല ഷോപ്സിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അത് മാത്രമല്ല ഒരുപാട് ഓഫേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബേബി ബെഡ് ആണെങ്കിലും ഒരുപാട് ബേബി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ടോയ് ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങിക്കാനും ഇങ്ങോട്ട് വന്നാൽ മതി. ടോയ്സ് മാത്രമല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കുട്ടികൾക്ക് പറ്റിയതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബേബി ഈ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ കൂടി ആക്റ്റീവായി. കാരണം ഇവിടെ കാണാൻ കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഒരു ടോയ് വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത്രയും വലുതൊന്നുമല്ല. കാരണം ഇത്ര വലിയൊരു ടോയ് ഒന്നും വെച്ച് കളിക്കാനുള്ള ഏജ് ആയിട്ടില്ല. കുറച്ചുകൂടി വലുതൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇതെന്ന് പറയുന്നത് ശരിക്കും ബേബി ബെഡിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ സ്വിങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മ്യൂസിക്കും വരും, ചെറുതായിട്ടുള്ളൊരു ലൈറ്റും വരും. അപ്പോൾ കൊച്ചിന് ആ ലൈറ്റ് കാണുകയും ചെയ്യാം, കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ആവത്തുമില്ല. അതുപോലെ തന്നെ ആ മ്യൂസിക്കൊക്കെ ആകുമ്പോൾ കുറച്ച് സമയമൊക്കെ കിടന്ന് കളിക്കാനുള്ള ഒരു രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതിന് ഓപ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടുകയും ചെയ്തു കേട്ടോ. ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടോയ് ആണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടു. പക്ഷേ അതൊക്കെ കൊച്ചു വലുതാകുമ്പോൾ വാങ്ങിക്കാമെന്നല്ലാണ്ട് ഈ ഒരു ഏജിൽ വാങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷേ ഇത് വളരെ വലിയൊരു ടോയ് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ടോയ്സൊക്കെ കണ്ടു വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നെയൊക്കെ പോയി മേടിക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ ജർമ്മനിയിൽ വന്നിട്ട് ഇത്ര വർഷമായിട്ടുണ്ടെങ്കിലും ഈ ഒരു മാള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. എന്നിരുന്നപ്പോഴും നമ്മൾ ഒരിക്കൽ പോലും ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ വന്ന് കയറിയിട്ടില്ല. കാരണം ഇതൊരു ബേബീസിൻ്റെ ഷോപ്പായതുകൊണ്ട് മാത്രമാണ് നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ബീയിങ് പാരൻറ് എന്ന് പറയുമ്പോൾ ഇതും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഇത്രയധികം ടോയ്സ് ഉണ്ടോ എന്നുള്ളത് തന്നെ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ജസ്റ്റ് ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു നമ്മൾ പലതവണ ഇവിടെ വന്നപ്പോഴും ഇതിനകത്ത് കയറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു നഷ്ടം ആയി എന്ന് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്കൊക്കെ ടോയ്സ് വാങ്ങിയപ്പോഴൊക്കെ നമ്മൾ വേറെ പല ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഒരുപാട് എക്സ്പെൻസീവാണ്, അതിനുള്ള ക്വാളിറ്റി ആയിട്ടും നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല ടോയ്സ്, ഒരുപാട് നല്ല ഓഫേഴ്സ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോഴെങ്കിലും നമ്മളിത് കണ്ടുപിടിച്ചത് നന്നായി. കാരണം നമ്മുടെ ബേബിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ടോയ്സ് മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ചിട്ട് ബില്ലടിച്ച് പോകാമെന്നുള്ളതാണ്. കാരണം ക്ലോത്ത് ഷോപ്പിങ്ങും അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷോപ്പിൽ കയറി ടോയ് മേടിച്ചപ്പോഴേക്കും ആൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇവൾക്ക് ഉറങ്ങുന്ന സമയമായി. ഇപ്പോൾ 2 മണിക്കൂർ കൂടുതലൊന്നും പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് ഇടയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇത്രയും സമയം ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. എന്തായിരുന്നാലും ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. കാരണം ഇവളുടെ ഫസ്റ്റ് ടൈം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ്. മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ.